നമസ്കാരം. എത്ര നാളായല്ലേ വിക്രമിൻ്റെ ഒരു തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് വന്നതിൽ വിക്രം ഗംഭീരമായി പെർഫോം ചെയ്ത സിനിമകളുണ്ട്, നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. എങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെയാണ് വീരധീര സൂരൻ പാർട്ട് 2-ൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. നല്ല പ്രതീക്ഷ തന്നെ നൽകിയിരുന്നു. ആദ്യ ദിവസം കാണാനായി ബുക്ക് ചെയ്തിരുന്നെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അന്ന് ഷോ നടന്നില്ല. വൈകുന്നേരം മുതൽ ചിലയിടങ്ങളിൽ ഷോസ് ആഡ് ചെയ്തിരുന്നു എങ്കിലും തൊട്ടടുത്ത ദിവസമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പന്നയാറും പത്മിനിയും സേതുപതി ചിത്ത ഒക്കെ സംവിധാനം ചെയ്ത SU അരുൺകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വീരധീര സൂരൻ, സുരാജ് വെഞ്ഞാറമൂൺ, SJ സൂര്യ, തുഷാര വിജയൻ തുടങ്ങിയവരാണ് വിക്രത്തിനൊപ്പം ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സിനിമ തുടങ്ങിയ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു പശ്ചാത്തലം, ആംബിയൻസ് പ്രേക്ഷകരിൽ എത്തിക്കാനും ആ ടെൻഷനിലൂടെ തന്നെ പ്രേക്ഷകരെ കൊണ്ടുപോകാനും ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. രവി, അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണൻ എന്നിവരെ പരിചയപ്പെടുന്നു. അവരുടെ വീട്ടിലൊരു സംഭവം നടക്കുന്നു. അത് മുതലെടുക്കാനുള്ള SP-യുടെ ശ്രമങ്ങൾ, ഇതിനിടയിൽ കാളി എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളും ആ കഥയിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. അപ്പോഴും പ്രേക്ഷകൻ എന്ന നിലയിൽ കൃത്യമായ ധാരണകളില്ലാത്ത സംഗതികളെ ഓരോ ഘട്ടത്തിലും സംവിധായകൻ മികച്ച രീതിയിൽ തന്നെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരുന്നതും കാണാം. പ്രകടനങ്ങൾ കൊണ്ടും മേക്കിംഗ് മികവ് കൊണ്ടും വീരധീര സൂരൻ സമ്മാനിക്കുന്നത് ഒരു മികച്ച തിയേറ്റർ അനുഭവം തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിക്രമിൻ്റെ തിരിച്ചുവരവ്, മികച്ച പ്രകടനങ്ങൾ, മേക്ക് ഓവറുകളൊക്കെ വിക്രം സ്ക്രീനിൽ സമ്മാനിക്കുന്നുണ്ടെങ്കിലും റൂട്ടഡായ കഥാപാത്രങ്ങൾ ആ ഒരു ഡെപ്തിൽ പലപ്പോഴും പ്രേക്ഷകർക്ക് ലഭിച്ചു എന്നത് സംശയമാണ്. വീരധീര സൂരനിലെ കാളിയിലെത്തുമ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മയുടെ കോണിലേക്ക് മാറ്റിവെച്ച് തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അവിടെ നിന്നും തന്നെ തേടി വരുന്ന രവിയും അതിൽ നിന്നും അയാൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തെയുമൊക്കെ കൺവിൻസിംഗ് ആയി ഗംഭീരമായി വിക്രം ചെയ്തിട്ടുണ്ട്. വിക്രമിനെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് റോൾ ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോഴും ആ ക്യാരക്ടർ ആർക്ക് വിക്രമിൻ്റെ കൈകളിലൂടെ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു എക്സ്ട്രാ പവറുണ്ട്. കൺവിൻസിംഗ് ആയി ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. സുരാജ് വെഞ്ഞാറമൂടാണ് കണ്ണനായിരുന്നത്. ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. സുരാജ് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നതും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ അയാളുടെ വിവിധ ഫേസുകളെ, അവസ്ഥകളെയൊക്കെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. SP ആയിരുന്നത് SJ സൂര്യയാണ്. ഈ അടുത്ത കാലത്തെ മിക്ക കഥാപാത്രങ്ങളും കുറച്ച് എക്സെൻട്രിക് ആയിരുന്നു. അതൊക്കെയും നന്നായി ചെയ്തിട്ടുമുണ്ട്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുമുണ്ട്. കാളിയുടെ ഭാര്യ കഥാപാത്രമായാണ് തുഷാര വിജയൻ എത്തുന്നത്. സ്ക്രീൻ സ്പേസ് കുറവായിരുന്നുവെങ്കിലും വന്ന സീനുകളിലൊക്കെ മികച്ച പ്രകടനം കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് എല്ലാവരും തന്നെ കിടിലനായിരുന്നു. ശ്രീജ രവി, മാലാ പാർവതി, പൃഥ്വിരാജ്, ബാലാജി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട്. കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും അല്ലെങ്കിൽ കഥയുടെ വർത്തമാനകാലം എന്നത് ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഫ്ലാഷ് ബാക്ക് സീനുകളാണ് അല്ലാതെ സിനിമയിൽ വരുന്നത്. ആ ഒരു രാത്രിയിലെ സംഭവങ്ങൾ എന്നത് കിട്ടിലൻ അനുഭവമായി തന്നെ മാറുന്നുണ്ട്. അങ്ങനെ ടെൻഷൻ മൊമെന്റ്സിലൂടെ പോകുമ്പോൾ ഫ്ലാഷ് ബാക്ക് സീനുകൾ വരുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന് തുടക്കത്തിൽ തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഈ കഥാപാത്രങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു എന്നതിലൊരു ഐഡിയ ലഭിക്കുന്നതിനൊപ്പം തന്നെ കൈയടിക്കാനുള്ള മൊമെന്റ്സ് കൂടെ സമ്മാനിക്കുന്നുണ്ട്. ഛായാഗ്രഹണം തേനി ഈശ്വർ, സംഗീതം GV പ്രകാശ് കുമാർ, എഡിറ്റിംഗ് പ്രസന്ന GK. ടെക്നിക്കലി കൂടെ മികച്ച ഔട്ട്പുട്ട് വീരധീര സൂരൻ സമ്മാനിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഒരു ഗ്യാങ്ങിന്റെ കൂടെ നിൽക്കുകയും ഗുണ്ടാ പരിപാടികൾക്ക് പോവുകയും അത്യാവശ്യ ഘട്ടത്തിൽ വീണ്ടും അങ്ങനെ ഒരു പണിക്ക് നിൽക്കേണ്ടി വരുന്ന കഥാപാത്രം, കഥകൾ എന്നത് അത്ര അപരിചിതമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അവിടെയും പ്രേക്ഷകനെ എൻഗേജ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനും ഓരോ ഘട്ടങ്ങളിലൂടെ ഈ സംഭവങ്ങളെ പരിഗണിക്കാനും അവർ അനുഭവിക്കുന്ന ടെൻഷനൊപ്പം തന്നെ ഒരു പിരിമുറുക്കം എന്നത് പ്രേക്ഷകന് നൽകാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ചിത്രം ഒരു മികച്ച അനുഭവമായി മാറുന്നതും. ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴും അവരുടെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ കൂടെ കൃത്യമാക്കി തരാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. തിരക്കഥയുടെ പവർ തന്നെയാണ്. ഓരോ സംഭവങ്ങളിലേക്ക് കടക്കുമ്പോഴും കൃത്യതയോടും മികച്ച രീതിയിലും അവതരിപ്പിക്കാനും സംവിധായകന് സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആവേശത്തോടെ കൈയടിച്ച കുറച്ച് സീനുകൾ തന്നെ ഈ സിനിമയിലുണ്ട്. സ്പോയിലർ ആകുമെന്നതിനാൽ അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഉറപ്പായും ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു മികച്ച തിയേറ്റർ അനുഭവം. എല്ലാ രീതിയിലും ഗംഭീരമെന്ന് തോന്നിയ ചിത്രം. ഈ പാർട്ടിൽ പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്ന സംഭവങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അത് പാർട്ട് 1 ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുമായിരിക്കും. ഇവിടെ അത്തരം ചില മിസ്സിംഗ് സംഭവങ്ങളുണ്ട് എങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്ന രീതിയിൽ തന്നെ ആസ്വദിക്കാം. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. എമ്പുരാൻ മിക്ക തിയേറ്ററുകളിലും നന്നായി തന്നെ കളിക്കുന്നതുകൊണ്ട് ഈ ചിത്രത്തിന് ഷോസ് കുറവാണെന്ന് തോന്നുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.